ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പറായിട്ടുള്ള ക്യാരറ്റ് പുട്ടിൻ്റെയാണ് കേട്ടോ. ക്യാരറ്റ് പുട്ടെന്നും പാൽപുട്ടെന്നൊക്കെ പറയുന്ന ഒരു കറിയുടെ ആവശ്യമില്ലാതെ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതാ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 2 കപ്പ് പുട്ടുപൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് മിക്സാക്കിയതിന് ശേഷം ഞാനിത് നനച്ചെടുക്കുന്നത് പാലിലാണ് കേട്ടോ. ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിലും ഇത് കുഴച്ചെടുക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പാലിൽ കുഴച്ചെടുക്കുന്ന സമയത്താണ്. പാൽപുട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ പാലിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതാ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടുപൊടിയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് സമയം ഒരു റെസ്റ്റിംഗ് ടൈം ഉണ്ടാകും. അത് റെസ്റ്റ് ചെയ്താൽ മാത്രമാണ് പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ എന്താ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണ് കേട്ടോ. 2 കപ്പ് പൊടിക്ക് 1 കപ്പ് എന്നുള്ളത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/3 കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കണേ. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ നെയ്യിൻ്റെയും പാൽപ്പൊടിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് നമ്മളെ പുട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മളുണ്ടല്ലോ ഈ ഒരു ക്യാരറ്റിൻ്റെയും അതുപോലെ തേങ്ങൻ്റെയും ഒക്കെ ആ ഒരു നനവ് നമ്മുടെ പുട്ടുപൊടിയിലേക്ക് കിട്ടുന്ന രീതിയിൽ നല്ല പോലെ പ്രസ്സാക്കി തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടുകുടത്തിൽ. ഇനി അതിലേക്ക് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ രണ്ട് പീസായി പുട്ടായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് 3 വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് തേങ്ങയും കൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റും ഇതൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്ന ടൈം വരെ ഇതൊന്ന് വേവിച്ചെടുത്താൽ നമ്മളെ സൂപ്പറായിട്ടുള്ള ക്യാരറ്റ് പുട്ട് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തില്ലേ. എന്തെങ്കിലും ഇതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് പുട്ട്. അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ കൂടെ ഒരു കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴം കൂട്ടി കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ആക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം നമ്മുടെ നിമീസ് ടൈൻ എന്ന ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ആക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.